Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. കണ്ടോത്ത് പെന്റ് റെസ്റ്റോറന്റിലെ അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് നഗരസഭ ആരോഗ്യവകുപ്പ് അധികൃതർ പരിശോധന നടത്തി റെസ്റ്റോറന്റ് അടച്ചുപൂട്ടി. രാമന്തളി പഞ്ചായത്തിലെ കുന്നരു കരിയച്ചാലിൽ നിന്നും വൻ വാറ്റുകേന്ദ്രവും വാറ്റുപകരണങ്ങളും കണ്ടെത്തി നശിപ്പിച്ചു. തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. വേണ്ട രീതിയിൽ ഡ്രൈനേജ് സംവിധാനമില്ലാതെ പയ്യന്നൂർ പെരുമ്പയിലെ മത്സ്യ മാർക്കറ്റ് റോഡ്. മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകാൻ ഓവുചാലുകളില്ലാത്തത് കാരണം തങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറുമെന്ന ആശങ്കയിൽ വ്യാപാരികൾ. കവ്വായി കായലോരത്ത് കണ്ടൽ ചെടികൾ നട്ട് പരിപാലിക്കുന്നത് ദിനചര്യയുടെ ഭാഗമാക്കിയ ഇടയിലക്കാട്ടിലെ മത്സ്യത്തൊഴിലാളി ഒ രാജന്റെ പരിസ്ഥിതി പ്രവർത്തനം മാതൃകാപരം. രാവിലെ 6 മണിക്ക് കായലിൽ ഇറങ്ങി മത്സ്യബന്ധന തൊഴിലിൽ ഏർപ്പെടുമ്പോഴും കരയോട് ചേർന്നുള്ള കണ്ടലുകളുടെ വളർച്ചയറിയുന്നത് 62ാമത് വയസ്സിലും മുടക്കമില്ലാതെ തുടരുകയാണ്. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ കണ്ടോത്ത് പെന്റ് റെസ്റ്റോറന്റിലെ അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് നഗരസഭ ആരോഗ്യവകുപ്പ് അധികൃതർ പരിശോധന നടത്തി റെസ്റ്റോറന്റ് അടച്ചുപൂട്ടി. കണ്ടോത്ത് പെന്റ് റെസ്റ്റോറന്റിലെ അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം കാരണം നാളുകളായി ദുരിതമനുഭവിക്കുകയായിരുന്നു പ്രദേശവാസികൾ. രാത്രി 11 മണി കഴിഞ്ഞാൽ ഇതിന്റെ പരിസരത്തുള്ളവർക്കൊന്നും ഉറങ്ങാൻ സാധിക്കാറില്ല. അത്രയ്ക്ക് ദുർഗന്ധമാണ് ഇവിടുത്തെ മാലിന്യ ടാങ്കിൽ നിന്നും ഉയരുന്നത്. നാളുകളായി തങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ ആരോഗ്യവകുപ്പ് റെസ്റ്റോറന്റ് പരിസരത്ത് പരിശോധന നടത്തിയത്. JCB ഉപയോഗിച്ച് റെസ്റ്റോറന്റിന്റെ പിൻവശത്തെ കാടുകൾ നീക്കം ചെയ്തപ്പോൾ അശാസ്ത്രീയമായ രീതിയിലുള്ള നിരവധി മാലിന്യ ടാങ്കുകളാണ് കാണാൻ സാധിച്ചത്. മിക്കവയും നിറഞ്ഞു കവിഞ്ഞ നിലയിലാണ്. ദുർഗന്ധം വമിക്കുന്ന ഈ മാലിന്യങ്ങൾ പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തി രാത്രിയോടെ ഹോട്ടൽ നടത്തിപ്പുകാർ പൊതു ഓവുചാലിലേക്ക് പമ്പ് ചെയ്ത് കളയുകയാണ് പതിവ്. ഈ സമയത്താണ് പ്രദേശവാസികൾ ദുർഗന്ധം കൊണ്ട് പൊറുതിമുട്ടുന്നത്. ഇവിടെ നിന്ന് വമിക്കുന്ന ദുർഗന്ധം കാരണം രാത്രിയിൽ ഉറങ്ങാൻ സാധിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഈ വേസ്റ്റ് ഇവർ STP സ്ഥാപിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ മഴക്കാലം ആകുമ്പോൾ രാത്രി ഒരു 11 മണി 11:30 ആകുമ്പോൾ എല്ലാം പമ്പ് ചെയ്ത് എല്ലാ വേസ്റ്റും നേരെ ഓവുചാലിലേക്ക് വിടുന്നൊരവസ്ഥ. ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മളെ എൻ്റെ വീട് തന്നെ കാണുന്നത്. അതിൻ്റെ തൊട്ട് പുറകിലും എൻ്റെ ഇളയപ്പനും എല്ലാവരും താമസിക്കുന്നത്. ഒരാൾക്ക് പോലും ഒരു 11 മണി കഴിഞ്ഞാൽ ഉറങ്ങാൻ കഴിയില്ല. കുഞ്ഞുങ്ങളൊക്കെ രാത്രി ആകുമ്പോൾ കരയാൻ തുടങ്ങും, സ്മെല്ല് കാരണം. അത്രയ്ക്കും ദയനീയ അവസ്ഥയാണ്. ഇത്രയും വലിയ കാടുണ്ടായതുകൊണ്ട് ഇന്ന് കാര്യങ്ങൾ മനസ്സിലായില്ല. ഇന്ന് രാവിലെ വന്ന് JCB മാറ്റുമ്പോൾ എന്താ അവസ്ഥ നോക്കി. വേസ്റ്റ് ഓവുചാലാക്കി നേരെ നമ്മളെ മെയിൻ ഡ്രെയിനേജിലേക്കാണ് ഈ പോകുന്നത്. അടുത്തടുത്തതായിട്ട് കുറേ ടാങ്കുകൾ എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാം അനധികാര കുറേ കാലമായി ഇതിൻ്റെ പുറകെ ഞങ്ങൾ നടക്കുന്നത്. രാത്രി മാത്രമായോ ഇവർ ഇതെല്ലാം ഓപ്പണാക്കി പമ്പ് ചെയ്യുന്നത്. ഇതിനൊരു നടപടി ഇതുവരെ നടന്നിട്ടില്ല. രണ്ടും ഒരു പരിഹാരമാക്കിയിട്ട് അപേക്ഷിക്കുന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് നഗരസഭ ആരോഗ്യവകുപ്പ് അധികൃതർ പരിശോധന നടത്തി റെസ്റ്റോറന്റ് അടച്ചുപൂട്ടി. പല മാലിന്യങ്ങളും അലക്ഷ്യമായിട്ടാണ് ഇവിടെ കൈകാര്യം ചെയ്തു വരുന്നത്. തീരെ വൃത്തിയില്ലാത്തൊരു സാഹചര്യമാണ് ഇതിൻ്റെ പരിസരം.
അതൊക്കെ വൃത്തിയാക്കണമെന്ന് കഴിഞ്ഞ 2 ദിവസം മുന്നേ വന്ന് നമ്മൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എങ്കിൽ കൂടി അവർ സ്ഥാപനത്തിൻ്റെ ഉടമകൾ ഒന്നും നിലവിൽ ചെയ്തായിട്ട് കാണുന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇതിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വരും. ശാസ്ത്രീയമായ രീതിയിൽ മാലിന്യ സംസ്കരണം നടത്താൻ റെസ്റ്റോറന്റ് നടത്തിപ്പുകാരോട് അധികൃതർ ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രാമന്തളി പഞ്ചായത്തിലെ കുന്നരു കരിയച്ചാലിൽ നിന്നും വൻ വാറ്റുകേന്ദ്രവും വാറ്റുപകരണങ്ങളും കണ്ടെത്തി നശിപ്പിച്ചു. തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് രാജേന്ദ്രൻ കെകെക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. രാമന്തളി പഞ്ചായത്തിലെ കുന്നരു കരിയച്ചാലിൽ നിന്നും വൻ വാറ്റുകേന്ദ്രവും വാറ്റുപകരണങ്ങളും കണ്ടെത്തി നശിപ്പിച്ചു. ചാരായം വാറ്റാൻ വേണ്ടി തയ്യാറാക്കിയ 460 ലിറ്റർ വാഷും വാറ്റ് ഉപകരണങ്ങളും കണ്ടെടുത്തു. പ്രതികളെക്കുറിച്ച് അന്വേഷിച്ചു വരുന്നതായി എക്സൈസ് അധികൃതർ അറിയിച്ചു. തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് രാജേന്ദ്രൻ കെകെക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയത്. സിവിൽ എക്സൈസ് ഓഫീസർ ശ്രീകാന്ത് TV, സനേഷ് PV, ഡ്രൈവർ അനിൽകുമാർ എന്നിവരും എക്സൈസ് സംഘത്തിൽ ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വേണ്ട രീതിയിൽ ഡ്രൈനേജ് സംവിധാനമില്ലാതെ പയ്യന്നൂർ പെരുമ്പയിലെ മത്സ്യ മാർക്കറ്റ് റോഡ്. മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകാൻ ഓവുചാലുകളില്ലാത്തത് കാരണം തങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറുമെന്ന ആശങ്കയിലാണ് വ്യാപാരികൾ. ഇത് പയ്യന്നൂർ നഗരസഭയുടെ അധീനതയിലുള്ള പെരുമ്പ മത്സ്യ മാർക്കറ്റിലേക്കുള്ള റോഡാണ്. കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച റോഡാണെങ്കിലും ഇവിടെ വേണ്ട രീതിയിൽ ഡ്രൈനേജ് സംവിധാനമില്ല എന്നത് വലിയ പോരായ്മ തന്നെയാണ്. ചില ഭാഗങ്ങളിൽ ഓവുചാൽ ഉണ്ടെങ്കിലും പലയിടത്തും സ്ലാബുകളില്ല. ചിലയിടങ്ങളിൽ സ്ലാബുകൾ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. ഓവുചാലുകളാകട്ടെ മാലിന്യങ്ങളും മണ്ണും ചെളിയും നിറഞ്ഞ് മൂടിയ നിലയിലാണുള്ളത്. ഒരു മഴ പെയ്താൽ ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയാണ്. മഴക്കാല മുന്നൊരുക്കമെന്ന നിലയിൽ നഗരസഭയിൽ പലയിടങ്ങളിലും ശുചീകരണ പ്രവൃത്തികൾ നടത്തിയിരുന്നെങ്കിലും പെരുമ്പ മാർക്കറ്റ് പരിസരത്ത് കാലങ്ങളായി യാതൊരുവിധ ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നില്ലെന്നതിന് തെളിവാണ് അടഞ്ഞുകിടക്കുന്ന ഈ ഓവുചാലുകൾ. പയ്യന്നൂരിലെ മത്സ്യ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മുടെ മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെയും അതുപോലെ തന്നെ കാർഷിക വികസന ബാങ്കിൻ്റെയും ഒക്കെ സമീപത്തുള്ള ആ റോഡിലൂടെ മുഴുവൻ മലിനജലം ഒലിച്ച് മാർക്കറ്റിനകത്തേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അവിടെ നിലവിൽ ഡ്രൈനേജ് കാണുവാനേയില്ല. ഉള്ള ഡ്രൈനേജ് തന്നെ മണ്ണെടുത്ത് നീക്കാതെ വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. അത് കാരണം ഈ മുഴുവൻ വെള്ളവും, ഈ മെയിൻ റോഡിൽ നിന്നുള്ള മുഴുവൻ വെള്ളവും ഒഴുകി പയ്യന്നൂർ മത്സ്യ മാർക്കറ്റിനകത്തേക്കാണ് പോകുന്നത്. വലിയ രോഗഭീതിയിലാണ് ആളുകൾ. അതിനെതിരെ അടിയന്തരമായി ശ്രദ്ധ പതിപ്പിക്കുകയും അതിന് നടപടി സ്വീകരിക്കുകയും വേണമെന്നാണ് അധികാരികളോട് പറയാനുള്ളത്. ഒരിടവേളയ്ക്ക് ശേഷം കാലവർഷം വീണ്ടും ശക്തി പ്രാപിക്കാനിരിക്കെ മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകാൻ ഓവുചാലില്ലാത്തത് കാരണം തങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറുമെന്ന ആശങ്കയും വ്യാപാരികൾക്കുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കവ്വായി കായലോരത്ത് കണ്ടൽ ചെടികൾ നട്ടുപരിപാലിക്കുന്നത് ദിനചര്യയുടെ ഭാഗമാക്കിയ ഇടയിലക്കാട്ടിലെ മത്സ്യത്തൊഴിലാളി ഒ രാജന്റെ പരിസ്ഥിതി പ്രവർത്തനം മാതൃകാപരമാണ്. രാവിലെ 6 മണിക്ക് കായലിലിറങ്ങി മത്സ്യബന്ധന തൊഴിലിൽ ഏർപ്പെടുമ്പോഴും കരയോട് ചേർന്നുള്ള കണ്ടലുകളുടെ വളർച്ചയറിയുന്നത് 62ാമത് വയസ്സിലും മുടക്കമില്ലാതെ തുടരുകയാണ് ഇദ്ദേഹം. കവ്വായി കായലിനോട് ചേർന്നുള്ള ഇടയിലക്കാട് തുരുത്തിന് കാവലായി 8000 കണ്ടലുകൾ വെച്ചുപിടിപ്പിച്ച് വേറിട്ട മാതൃകയാവുകയാണ് ഒ രാജൻ എന്ന മത്സ്യത്തൊഴിലാളി. ഭ്രാന്തൻ കണ്ടൽ ഇനത്തിലുള്ള 2 തരം ചെടികളാണ് വിത്ത് മുളപ്പിച്ച് വളർത്തിയെടുത്ത് നട്ടുവളർത്തി വരുന്നത്. കവ്വായി കായലിന്റെ ഓരങ്ങളിൽ ഇദ്ദേഹം നട്ട കണ്ടലുകൾ കവചമായി വളരുമ്പോൾ പരിസ്ഥിതി പ്രവർത്തനത്തിന്റെ പുതിയ വഴി തുറക്കുകയാണ്. ഭ്രാന്തൻ നാടൻ വിഭാഗത്തിൽപ്പെട്ട 8000-ൽ പരം കണ്ടലുകൾ കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ നട്ട രാജന്റെ പരിപാലനത്തിൽ 1000-ൽ പരം എണ്ണം മാത്രമാണ് ബാക്കി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. കവ്വായി കായലിലെ ഇടയിലക്കാട് കിഴക്ക് തെക്ക് ഭാഗങ്ങളിലാണ് കൂടുതലും കണ്ടലുകൾ നട്ടുവളർത്തിയിട്ടുള്ളത്. കവ്വായി കായലോരത്ത് 1 കിലോമീറ്റർ നീളത്തിലാണ് കണ്ടൽ വിത്തുകൾ മുളപ്പിച്ച് നട്ട് പിടിപ്പിച്ചു വരുന്നത്.
മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള കായൽ ജീവികൾക്ക് പ്രജനനത്തിനും ആവാസ വ്യവസ്ഥയ്ക്കും കണ്ടൽക്കാടുകൾ അത്യന്താപേക്ഷിതമാണ്. ഞാൻ 6-7 വർഷമായിട്ട് ഒരു കണ്ടൽ നടന്നൊരു വ്യക്തിയാണ്. ഇടയിലേക്കാട് കിഴക്ക് ഭാഗത്തുകൂടി തെക്കേ മനപ്പ് മുതൽ ബണ്ട് വരെ ഏകദേശം ഒരു 8000-ന് മേലെ കണ്ടലുകൾ നട്ടു. പക്ഷേ അത് പലതും നശിച്ചു പോയിട്ടുണ്ട്. നശിച്ചു പോയതും നശിപ്പിക്കുന്നതുമാണ്. അപ്പോൾ ഇത് നട്ട് കഴിഞ്ഞാൽ അത് സംരക്ഷിക്കുന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല. അതിന് ആരും തന്നെ സഹായം നൽകുന്നില്ല. അത് പരിപാലിക്കുന്നത് എനിക്ക് ആവില്ല. കിട്ടുന്ന മുറക്ക് ഞാൻ നടാൻ തയ്യാറാണ്. ഇനിയും അത് ചെയ്യും. എനിക്ക് ഏത് സമയത്തോ കണ്ടൽ കിട്ടുന്നു ആ സമയത്തൊക്കെ ഞാൻ നടുന്നുണ്ട്. അതൊരു തീയതി വെച്ചിട്ടല്ല ഞാൻ നടുന്നത്. കണ്ടൽ ഏത് സമയത്ത് കിട്ടുന്നു ആ സമയത്തൊക്കെ നട്ട് പരിപാലിച്ചു വരുന്നുണ്ട്. കൗവായി കായലിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഭ്രാന്തൻ കണ്ടലിന്റെ വിത്തുകൾ ശേഖരിച്ചത്. കായലിന്റെയും കരയുടെയും ശ്വാസവായുവായി കരുതപ്പെടുന്ന കണ്ടലുകൾ നട്ട് സംരക്ഷിച്ചു വരുന്ന മത്സ്യത്തൊഴിലാളി കൂടിയായ ഒ രാജനെ കഴിഞ്ഞ ദിവസം തൃക്കരിപ്പൂർ JCCന്റെ നേതൃത്വത്തിൽ കായലോരത്ത് വെച്ച് ആദരിക്കുകയും ചെയ്തിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ജില്ലാ കളക്ടർ ഇന്ത്യൻ അഴിമതി സർവീസുകാരനായി മാറിയെന്ന് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരി. ചാച്ചാജി വാർഡ് CPM സഹകരണ സൊസൈറ്റിക്ക് കൈമാറാൻ കളക്ടറും മെഡിക്കൽ സൂപ്രണ്ടും ആസൂത്രിത നീക്കം നടത്തുകയാണെന്ന് അദ്ദേഹം പരിയാരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലാ കളക്ടറും ആശുപത്രി സൂപ്രണ്ടും CPM സൊസൈറ്റിക്ക് കെട്ടിടം നൽകാൻ ഗൂഢാലോചന നടത്തുകയാണ്. ഇക്കഴിഞ്ഞ ജൂൺ 5-ന് ചേർന്ന കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് ഇതിനായി നീക്കം നടത്തിയത്. നേരത്തെ ഏപ്രിൽ 21-നാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. ഇത് രഹസ്യമാക്കി വയ്ക്കുകയായിരുന്നുവെന്നും DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള ഗാന്ധി K. കേളപ്പൻ ജന്മനാട്ടിലെ സ്വത്തുവകകൾ വിൽപ്പന നടത്തിയും ഉദാരമതികളിൽ നിന്ന് സംഭാവന പിരിച്ചും പരിയാരം TB സാനിറ്റോറിയത്തിന് നിർമ്മിച്ചു നൽകിയ കുട്ടികളുടെ വാർഡാണ് ചാച്ചാജി വാർഡ്. ഇതിനു സമീപം കുട്ടികളെ പരിചരിക്കാൻ നിൽക്കുന്ന അമ്മമാർക്ക് വിശ്രമിക്കാനായി പണിത ചെറിയ കെട്ടിടമാണ് ഇപ്പോൾ ചാച്ചാജി വാർഡായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് സംരക്ഷിച്ച് ചരിത്ര സ്മാരകമാക്കി മാറ്റാനുള്ള അനുമതിയാണ് വാർഷിക ജനറൽ ബോഡി യോഗം അംഗീകരിച്ചത്. ഇതിനായുള്ള ഡിസൈനും എസ്റ്റിമേറ്റും തയ്യാറാക്കി നൽകുവാൻ PWDയോട് ആവശ്യപ്പെടുവാൻ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ചാച്ചാജി വാർഡ് സംരക്ഷിക്കുക എന്നതിന്റെ മറവിൽ വ്യാജ കാർഡ് സൃഷ്ടിക്കാൻ വികസന സമിതിയെ മുൻനിർത്തി CPM സഹകരണ സംഘം ശ്രമിക്കുന്നതായും മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്തെ പഴയ TB സാനിറ്റോറിയം കെട്ടിടങ്ങളിൽ മിക്കതും പാംകോസ് എന്ന CPM സൊസൈറ്റി ചാച്ചാജി വാർഡ് സംരക്ഷണത്തിനായി രംഗത്തുള്ള DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരി ആരോപിച്ചു. സർക്കാർ കെട്ടിടം തട്ടിയെടുക്കാനുള്ള CPMന്റെ പുതിയ നീക്കത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ കോടികൾ വിലമതിക്കുന്ന ഭൂമിയും കെട്ടിടവുമാണ് ചാച്ചാജി വാർഡിൻ്റേതായിട്ടുള്ളത്. സർക്കാർ കെട്ടിടം കൈമാറാൻ സ്വീകരിക്കേണ്ട പ്രാഥമിക നടപടികൾ പോലും സ്വീകരിക്കാൻ മെഡിക്കൽ കോളേജ് അധികൃതർ തയ്യാറായിട്ടില്ല. കയ്യേറിയ കെട്ടിടം ഒഴിപ്പിക്കാനാണ് പരാതി നൽകിയതെന്നും ചാച്ചാജി വാർഡ് കണ്ടുപിടിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് മാടായി ബ്ലോക്ക് പ്രസിഡന്റ് V. രാജൻ, പരിയാരം മണ്ഡലം പ്രസിഡന്റ് PV. സജീവൻ എന്നിവരും പരിയാരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുകുന്ന് കോൺവെന്റ് റോഡ് റെയിൽവേ ഗേറ്റിന് സമീപത്തെ കൾവർട്ടിന്റെ ഭിത്തി തകർന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നു. യാത്രക്കാർ വീണ് പരിക്കേൽക്കുന്നത് പതിവായതോടെ സുരക്ഷാ ഭിത്തി പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. ചെറുകുന്ന് കോൺവെന്റ് റോഡിലെ കൾവേട്ടിന്റെ ഭിത്തി തകർന്നിട്ട് നാളുകളേറെയായിട്ടും പുനർനിർമ്മിച്ചിട്ടില്ല. സെന്റ് മാർട്ടിൻ ഡീപോൾസ് ഹോസ്പിറ്റൽ, ബക്കീത്ത സ്കൂൾ, കവിണിശ്ശേരി, ചെറുകുന്ന് പാടിയിൽ തുടങ്ങിയിടങ്ങളിലേക്ക് ദിവസവും നൂറുകണക്കിന് വാഹന കാൽനട യാത്രക്കാർ സഞ്ചരിക്കുന്ന റോഡാണിത്. സുരക്ഷാ ഭിത്തി തകർന്നത് മുതൽ പുനർനിർമ്മിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടെങ്കിലും പരിഹാരമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. റെയിൽവേ ഗേറ്റിനടുത്തായി പാലത്തിന്റെ മുകളിൽ ഭിത്തി ഉണ്ടായിരുന്നു. ഭിത്തി തകർന്നതിൻ്റെ ഭാഗമായി വലിയ നിലയിൽ അപകട സാധ്യതയാണ് ഇവിടെ നിലനിൽക്കുന്നത്. നിരവധിയായ തവണ ഉത്തരവാദപ്പെട്ടവരെ ശ്രദ്ധപ്പെടുത്തിയെങ്കിലും ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി നടപടി ഇതുവരെ സ്വീകരിക്കില്ല. റെയിൽവേയാണ് ചെയ്യേണ്ടത് എന്നതിൻ്റെ ഭാഗമായി റെയിൽവേയായിട്ട് ബന്ധപ്പെടുകയും ഉത്തരവാദപ്പെട്ടവർ വന്ന് നോക്കുകയും ചെയ്ത് പോയതല്ലാതെ മറ്റ് നടപടികളൊന്നും ഇത് സ്വീകരിച്ച് കാണുന്നില്ല. PWD ആണോ എന്നുള്ളത് സംബന്ധിച്ച് തർക്കം അവിടെ നിലനിൽക്കുകയാണ്. ഇവിടെ PWD ആയാലും റെയിൽവേ ആയാലും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു നടപടി ഇവിടെ സ്വീകരിച്ച് കാണുന്നില്ല. വലിയ അപകട സാധ്യത. ഇവിടെ റെയിൽവേ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ
വലിയ നിലയിലെ വാഹനങ്ങളുടെ കൂട്ടമാണ് ഉണ്ടാവുക. വാഹനം തുടർച്ചയായി തിരക്കിനിടയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വലിയ അപകടം ഇവിടെ പരിഹരിക്കുകയാണ്. വലിയ ആഴമേറിയ സ്ഥലമാണ് താഴെയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അധികൃതർ മുന്നോട്ട് വരണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. റെയിൽവേ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ പലതും ഇവിടെ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. അപകടം ഒഴിവാക്കാൻ നാട്ടുകാർ ചേർന്ന് താൽക്കാലികമായി കല്ലുകൾ വെച്ചിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കരിവെള്ളൂർ ബസാറിലും ഒരു പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്നു. കരിവെള്ളൂർ സമരവുമായി ബന്ധപ്പെട്ടായിരുന്നു ക്രൂരതയ്ക്ക് പേരുകേട്ട ആ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചത്. കരിവെള്ളൂർ ബസാറിലും ഒരു പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്നു. ഇന്നത്തെ ദേശീയപാതയുടെ അടിപ്പാതയ്ക്ക് എതിർവശത്തായിട്ടായിരുന്നു പോലീസ് സ്റ്റേഷൻ കെട്ടിടം സ്ഥിതി ചെയ്തിരുന്നത്. കരിവെള്ളൂർ സമരവുമായി ബന്ധപ്പെട്ടായിരുന്നു ക്രൂരതയ്ക്ക് പേരുകേട്ട ആ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചത്. നിരവധി പേരെ ഇവിടെ വെച്ച് തല്ലിച്ചതച്ചിരുന്നു. ഒരു മർദ്ദന വാഴ്ച തന്നെ നടന്നു. ദേശാഭിമാനിയിലേക്ക് 10 രൂപ മണി ഓർഡർ അയച്ചുവെന്ന കുറ്റം ചുമത്തി ആലപ്പടമ്പിലെ ചാലിൽ കുഞ്ഞിരാമൻ, ചിണ്ടൻ നമ്പ്യാർ, കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ എന്നിവരെ പിടികൂടി മർദ്ദിച്ച് കരിവെള്ളൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുവന്നത്. ചിണ്ടൻ നമ്പ്യാരെ സ്റ്റേഷനിൽ വെച്ച് തന്നെ തല്ലിക്കൊന്നു. പോലീസ് സ്റ്റേഷൻ 2 നില ബിൽഡിംഗാണ്. അപ്പോൾ അത് പിന്നെ ഒരുപാട് ഓർമ്മയുണ്ട്. ഇപ്പം ആലപ്പടമ്പിലെ മാവില ചിണ്ടൻ നമ്പ്യാരെല്ലാം പിടിച്ച് അവിടെ കൊണ്ടുവന്നിട്ട് ചവിട്ടി കൊന്നെല്ലാം അത് നമ്മൾ പറയുന്നത് കേട്ടാണ്. അപ്പോൾ നേരിട്ട് അനുഭവമില്ല. പക്ഷെ പോലീസ് സ്റ്റേഷനാണ് ഉള്ളത്, നമുക്ക് അനുഭവമാണ്. സ്ഥിരമായിട്ട് നമ്മൾ അതിൻ്റെ മുമ്പിലാണ് പാർട്ടി പരിപാടി നടത്തുന്നത്. അവിടെ ഒരു കൊടിമരും അതിൻ്റെ ചുറ്റുപാടാണ് നമ്മളെല്ലാ പൊതുയോഗങ്ങളും പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടുണ്ടായിരുന്നു. റോഡ് കുറേയും കൂടെ വികസനം വരുമ്പം അതെല്ലാം പോയി. അവിടെ മറ്റ് പീടികകൾ വന്നു, സ്ഥലമെല്ലാം പോയി. പോലീസ് സ്റ്റേഷൻ ഉണ്ടായത് എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്. ഇപ്പോഴത്തെ പോലീസ് സ്റ്റേഷൻ്റെ മാതിരിയല്ല, പഴയ മറ്റേതെല്ലാം വെച്ചിട്ടില്ലേ പോലീസ് സ്റ്റേഷൻ 2 നില ബിൽഡിംഗ്. അത് അവസാനം ഇങ്ങനെ ഉപയോഗിക്കാത്തത് കൊണ്ട് കുറേ ഇടിഞ്ഞ് പല ഭാഗത്തായിട്ട് ഓട് പൊളിഞ്ഞിട്ടും ഇങ്ങനെ അത് കാലഹരണപ്പെട്ട് പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ഇങ്ങനെ കണ്ണുനീരിന്റെയും വേദനയുടെയും എത്രയെത്ര കഥകൾ ഈ ഭൂമികയ്ക്ക് പറയാനുണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രമുഖ സഹകാരിയും കാസർഗോഡ് DCC പ്രസിഡന്റുമായിരുന്ന കെ വെളുത്തമ്പുവിന്റെ 9ാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. സംസ്ഥാന സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റും ദേശീയ ഫെഡറേഷൻ ഡയറക്ടറുമായിരുന്ന കെ വെളുത്തമ്പു അവിഭക്ത കണ്ണൂർ DCCയിലും കാസർഗോഡ് DCCയിലും 10 ഭാരവാഹിയായിരുന്നു. 9ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് M രജീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. UDF നിയോജക മണ്ഡലം ചെയർമാൻ P കുഞ്ഞിക്കണ്ണൻ, DCC നിർവാഹക സമിതി അംഗം PV കണ്ണൻ മാസ്റ്റർ, INTUC ജില്ലാ ജനറൽ സെക്രട്ടറി TV കുഞ്ഞിരാമൻ, KP ദിനേശൻ, EM ആനന്ദവല്ലി, C ദാമോദരൻ, R പ്രദീപ് കുമാർ, K അശോകൻ, ഷാജി തെക്കീൽ, T സുരേശൻ, പ്രമീഷ് തെക്കീൽ, രാജു മുട്ടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കെ വെളുത്തമ്പുവിന്റെ ഛായാചിത്രത്തിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ഡിവിഷൻ കമ്മിറ്റി 20ാം വാർഷിക സമ്മേളനം പയ്യന്നൂർ കൈരളി ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി BP പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ഡിവിഷൻ കമ്മിറ്റി 20ാം വാർഷിക സമ്മേളനം പയ്യന്നൂർ കൈരളി ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി BP പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ സമൂഹത്തിൻ്റെ ആകെ ആവശ്യങ്ങൾ അംഗീകരിപ്പിക്കുന്ന തരത്തിലേക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന പോരാട്ടങ്ങൾക്ക് നെടുനായകത്വം വഹിക്കുന്ന ഈ സംഘടന ഈ 39ാമത് സംസ്ഥാന സമ്മേളനം നമ്മുടെ തൃശ്ശൂർ നടക്കുമ്പോൾ നമ്മളെപ്പോലുള്ളൊരു സംഘടന എന്താണ് ഈ സമ്മേളനത്തെ സംബന്ധിച്ച് നമുക്ക് ഗൗരവമായി ആലോചിക്കേണ്ടത്. ആലപ്പുഴ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ ശേഷം നമ്മുടെ സംഘടന എടുത്തിട്ടുള്ള സംഘടനാപരമായ അവിടെ നടന്ന ചർച്ചകളുടെയും അവിടെ പാസ്സാക്കിയ പ്രമേയങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനങ്ങൾ എത്രത്തോളം നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു ആത്മപരിശോധനയാണ് ഈ ഡിവിഷൻ സമ്മേളനങ്ങളിലൊക്കെ കേരളത്തിലെമ്പാടും നടന്ന ഡിവിഷൻ സമ്മേളനങ്ങളിൽ ഉയർന്നു വരുന്ന ചർച്ചയും അതിന് ഉതകുന്ന തരത്തിലായിരിക്കണം
ഡിവിഷൻ കമ്മിറ്റി പ്രസിഡന്റ് കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു. കെ ദിവാകരൻ, കെ പവിത്രൻ, TG ബാലഗോപാലൻ, MV രമേശൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാങ്കോൽ നോർത്ത് പ്രണവം കലാ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. അധ്യാപക അവാർഡ് ജേതാവ് CV രാജു മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ നോർത്ത് പ്രണവം കലാ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. കാങ്കോൽ വായനശാല പരിസരത്ത് നടന്ന പരിപാടിയിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അധ്യാപക അവാർഡ് ജേതാവ് CV രാജു മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്ത് വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി. അപ്പോൾ ഈ ആൽഫ ജനറേഷൻ എന്ന് പറയുന്ന ഈ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം? അത് നമ്മൾ ചിലപ്പോൾ പതറിപ്പോകും. കുട്ടികൾ പുതിയ സാങ്കേതിക വിദ്യയുടെ ലോകത്ത് ജീവിക്കുമ്പോൾ അവര് ന്യൂജൻ ടെക്നോളജി പോസിറ്റീവായിട്ട് മാത്രമല്ല നെഗറ്റീവായിട്ടും അവർക്ക് കൈകാര്യം ചെയ്യാൻ അറിയാമെന്നുള്ളതാണ് ഇന്നലെ നടന്ന സംഭവം. ഇന്നലെ നിങ്ങൾ നോക്കൂ, നമ്മൾക്ക് പോലും വിശ്വസിക്കാൻ വേണ്ടി പറ്റാത്ത നിലയിലുള്ള ഒരു കാര്യമാണ് ഇന്നലെ തിരുവനന്തപുരത്ത് നേമത്ത് നടന്നത്. നമ്മുടെ തലമുറ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇന്നലെ നേമത്ത് നടന്നിട്ടുള്ള മാധ്യമങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിലൊക്കെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഇന്നലെയും ഇന്നുമായിട്ട് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളൊരു കാര്യമാണ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി തന്റെ കിടപ്പുമുറിയിലെ ഫാനിൽ, നിങ്ങൾ നോക്കണം, തന്റെ വീട്ടിനകത്തുള്ള ഒരു സാരി ചുറ്റിയിട്ട് ആത്മഹത്യ ചെയ്യുന്ന രംഗമാണ്. 4ാം ക്ലാസ്സിലാണ് കുട്ടി പഠിക്കുന്നത്. ഇന്നലെ തിരുവനന്തപുരത്ത് നടന്നു. മാധ്യമങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സാംസ്കാരിക സമിതി പ്രസിഡന്റ് PM പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KT രാജേഷ്, P രേണുക തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് 2023-24 10ാം ഉദയം പദ്ധതിയിൽ ഉൾപ്പെടുത്തി രജിസ്റ്റർ ചെയ്ത് വിജയിച്ച 10ാം തരം പഠിതാക്കൾക്കും അവരെ സഹായിച്ച അധ്യാപകർക്കും അനുമോദനം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് 2023-24 10ാം ഉദയം പദ്ധതിയിൽ ഉൾപ്പെടുത്തി രജിസ്റ്റർ ചെയ്ത് വിജയിച്ച 10ാം തരം പഠിതാക്കൾക്കും അവരെ സഹായിച്ച അധ്യാപകർക്കും അനുമോദനം നൽകി. അതോടൊപ്പം ഹയർ സെക്കൻഡറിയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ രാജി കെയെയും മുതിർന്ന പഠിതാവായ ചന്ദ്രൻ PVയെയും അനുമോദിച്ചു. അനുമോദന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ഇത് മാത്രമല്ല, അയാൾ നല്ല വായനക്കാരനാണ്. എല്ലാ നോവലുകൾ, പുസ്തകങ്ങൾ, മറ്റു കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഗഹനമായിട്ട് വളരെ മുമ്പേ തന്നെ വളരെ ചെറുപ്പത്തിലേ പഠിക്കുന്ന ഒരാളാണ്. അപ്പം നമുക്ക് ഈ നമ്മുടെ ഗവൺമെൻറ് ഇങ്ങനെ ഒരു സൗഭാഗ്യം ഒരുക്കുന്നത് ഒരു കാലത്ത് നമുക്കൊന്നും പഠിക്കാൻ പറ്റില്ല. അല്ലേ? അതായത് പഴയത്തെ കാലം നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിക്കാൻ പറ്റില്ല. അല്ലേ? വളരെ ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വീട്ടിൻ്റെ ഒരു അന്തരീക്ഷം. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP അംബുജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. 10ാം ഉദയം കോർഡിനേറ്റർ VV ചന്ദ്രശേഖരൻ മാസ്റ്റർ, മെമ്പർമാരായ മാത്രാടൻ കുഞ്ഞിക്കണ്ണൻ, KV ബിന്ദു, U രാമചന്ദ്രൻ, T പത്മനാഭൻ, നോഡൽ പ്രേരക് ഗീത K എന്നിവർ സംസാരിച്ചു. 10ാം തരം സെന്റർ കോർഡിനേറ്റർ ബിന്ദു K നന്ദി അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കാറമേൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിന് തുടക്കമായി. തന്ത്രി നടുവത്ത് പുടവർ വാസുദേവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് പൂജാതി കർമ്മങ്ങൾ നടക്കുന്നത്. 700 വർഷത്തോളം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കുന്ന കാറമേൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ അഷ്ടബന്ധ നവീകരണ കലശ മഹോത്സവത്തിന് തുടക്കമായി. തന്ത്രി നടുവത്ത് പുടവർ വാസുദേവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് പൂജാതി കർമ്മങ്ങൾ നടക്കുന്നത്. കരിവള്ളൂർ വലിയച്ഛൻ പ്രമോദ് കോമരത്തിന്റെ സാന്നിധ്യത്തിൽ പുതുതായി നിർമ്മിച്ചതും നവീകരിച്ചതുമായ പള്ളിയറകളുടെയും മേൽപ്പന്തലിന്റെയും സമർപ്പണവും നടന്നു. ജൂൺ 12 രാവിലെ പുനഃപ്രതിഷ്ഠ നടക്കും. തുടർന്ന് വിവിധ ചടങ്ങുകൾക്ക് ശേഷം അന്നദാനത്തോടെ ഉത്സവത്തിന് സമാപനമാകും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണൂർ ഭാവരാഗം ഓർക്കസ്ട്രയുടെ നേതൃത്വത്തിൽ ഗാനസന്ധ്യ സംഘടിപ്പിച്ചു. കണ്ണപുരം CI ബാബുമോൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ഭാവരാഗം ഓർക്കസ്ട്രയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഗാനസന്ധ്യ കണ്ണപുരം CI ബാബുമോൻ ഉദ്ഘാടനം ചെയ്തു. സംഗീതം ഇങ്ങനെ വികസിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ പണിയില്ലാതായി പോകുമോ എന്നൊരു ഭയം. ഇത് നമുക്കറിയാം, സംഗീതം ഇല്ലാത്തതിനും ഇപ്പം മരുന്നിനായിട്ട് പോലും സംഗീതം ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഏത്
സ്ഥലത്തും നമുക്ക് അക്രമങ്ങൾ മുമ്പൊക്കെ നമുക്ക് അക്രമങ്ങൾ രാഷ്ട്രീയ അക്രമങ്ങൾ ഉണ്ടായ സമയത്ത് നമുക്കറിയാം പാലൂരിലൊക്കെ നമ്മൾ രാഷ്ട്രീയ സി വിജയൻ അധ്യക്ഷത വഹിച്ചു. സതീഷ് വിനോദ്, മലബാർ രമേശ് എന്നിവർ സംബന്ധിച്ചു. പരിപാടിയുടെ ഭാഗമായി ഗാനാലാപനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കുട്ടികളിൽ തൊഴിൽ വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിനായി സമഗ്ര ശിക്ഷ കണ്ണൂർ മാടായി BRC മുഖേന പുറച്ചേരി ഗവൺമെന്റ് UP സ്കൂളിൽ അനുവദിച്ച ക്രിയേറ്റീവ് കോർണർ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളിൽ തൊഴിൽ വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിനായി സമഗ്ര ശിക്ഷ കണ്ണൂർ മാടായി BRC മുഖേന പുറച്ചേരി ഗവൺമെന്റ് UP സ്കൂളിൽ അനുവദിച്ച ക്രിയേറ്റീവ് കോർണർ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കഴിവുകൾ കൂടി വികസിപ്പിച്ചെടുക്കുക. അവർക്ക് ഒരുപാട് മറ്റു തരത്തിലുള്ള കഴിവുണ്ടാവും. ഇപ്പോൾ കുക്കിംഗ് ആയാലും അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ വിഷയങ്ങളിലായാലും അങ്ങനെ കുട്ടികളിൽ ഉറങ്ങിക്കിടക്കുന്ന അവരുടെ പ്രത്യേകമായിട്ടുള്ള കഴിവിനെ വളരെ ചെറുപ്പത്തിൽ തന്നെ വികസിപ്പിച്ചെടുത്ത് ഒരു തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഒരു കഴിവ് വികസിപ്പിച്ചെടുക്കുക എന്നതാണ് ഈ ക്രിയേറ്റീവ് കോർണറിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. SMC ചെയർമാൻ KV സുധീഷ് അധ്യക്ഷത വഹിച്ചു. സമഗ്ര ശിക്ഷ കണ്ണൂർ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളി മുഖ്യാതിഥിയായിരുന്നു. മാടായി BPC MV വിനോദ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. MPTA പ്രസിഡന്റ് സിന്ധു മനോഹർ, ചെറുതാഴം CRC കോർഡിനേറ്റർ സരിത സജീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. KV നാരായണൻ മാസ്റ്റർ രചിച്ച കവിതാ സമാഹാരം കവനമഞ്ജരിയുടെ പ്രകാശനം പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. ഡോക്ടർ E. ശ്രീധരൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. KV നാരായണൻ മാസ്റ്റർ രചിച്ച കവിതാ സമാഹാരം കവനമഞ്ജരി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്കൃത സർവകലാശാല പയ്യന്നൂർ കേന്ദ്രം മുൻ ഡയറക്ടർ ഡോക്ടർ E. ശ്രീധരൻ പുസ്തക പ്രകാശനവും പുസ്തക പരിചയവും നടത്തി. അവരവന്റെ വീട്ടിലിരുന്നു കൊണ്ട് വാക്കുകൾ എന്ന് പറയുന്ന ദിവ്യമായ ഒരു അനുഭൂതിയെ പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ട് അതിൽ അഭിരമിച്ച് ജീവിക്കുവാൻ കഴിയും. ഈ പുസ്തകത്തിൽ ഞാൻ അവതാരിക എഴുതിയപ്പോഴും ഞാൻ ആദ്യം പരാമർശിച്ചതും അക്കാര്യമാണ്. ഏറ്റവും കൂടുതൽ ഏകാന്തത അനുഭവിക്കുന്ന വാർദ്ധക്യത്തിൻ്റെ ചിത്രങ്ങളാണ് ചുറ്റുപാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂട്ടുകുടുംബം മാഞ്ഞുപോയി അണുകുടുംബം വന്നതോടുകൂടി അച്ഛനും മക്കളും അച്ഛനും അമ്മയും 2 മക്കളും എന്ന നില, അച്ഛനും അമ്മയും ഒരു മകൻ എന്ന നിലയിലൊക്കെ ഒതുങ്ങി വന്നപ്പോഴും പാണപ്പുഴ പത്മനാഭൻ പണിക്കർ പുസ്തകം ഏറ്റുവാങ്ങി. നഗരസഭാ കൗൺസിലർ മണിയറ ചന്ദ്രൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. പാണപ്പുഴ പത്മനാഭൻ പണിക്കർ പുസ്തകത്തിലെ തിരഞ്ഞെടുത്ത കവിതകളുടെ ആലാപനം നടത്തി. PK സുധാകരൻ, പപ്പൻ ചെറുതാഴം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഗ്രന്ഥകർത്താവ് KV നാരായണൻ മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കൊഴുമ്മൽ മരത്തക്കാട് ന്യൂ ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മികവ് 2025 പരിപാടി സംഘടിപ്പിച്ചു. ഡോക്ടർ M. ബാലൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കരിവള്ളൂർ കൊഴുമ്മൽ മരത്തക്കാട് ന്യൂ ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മികവ് 2025 പരിപാടി സംഘടിപ്പിച്ചു. ഇക്കഴിഞ്ഞ LSS, USS, SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും അംഗൻവാടി, പ്രീ പ്രൈമറി 1ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും നടന്നു. പ്രാന്തൻചാൽ വായനശാല പരിസരത്ത് നടന്ന പരിപാടി കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്ര മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ M. ബാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു.
അവരോട് ഒത്തുപോവുക എന്നുള്ളത്, അവരെ ഉണ്ടാക്കുന്ന വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി പോവുക എന്നുള്ളത്, അവരുടെ വിചാരങ്ങളോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളത്, അവരെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ അഭിരുചിക്കനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് രക്ഷിതാക്കളെ സംബന്ധിച്ച് വലിയ പാടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിയോട് എന്ത് പറഞ്ഞാലും അവർക്ക് ദേഷ്യമാണ് നമ്മളോട്. കാരണം അവരുടെ ലോകത്തെ, അപ്പോൾ ജനറേഷൻ ഗ്യാപ്പാന്ന് അവർ പറയും നമ്മളോട്, അവരുടെ ലോകത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയില്ല. അങ്ങനെയുള്ള വളരെ വികസിതമായ അല്ലെങ്കിൽ സങ്കീർണമായ ഒരു ലോകത്തിലൂടെയാണ് നമ്മുടെ കുട്ടികളൊക്കെ കടന്നു പോകുന്നത്. അതുകൊണ്ട് അവരോട് ഞാൻ ചെറിയ ചില കാര്യങ്ങൾ, ഞാൻ വലിയ വിശാലമായൊരു പ്രസംഗമൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഉപദേശം ഉദ്ദേശിക്കുന്നില്ല, അന്ന് ഉൾക്കൊള്ളാൻ അവരുടെ മനസ്സ് പാകമല്ല. പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ സുഭാഷ് അറുകര പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് KP മിഥുൻ അധ്യക്ഷനായി. K മനുരാജ്, നവീൻ A, അശ്വിൻ K എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. നെരുവമ്പ്രം അപ്ലൈഡ് സയൻസ് കോളേജിൽ 1ാം വർഷ കോഴ്സുകളിൽ കോളേജ് നേരിട്ട് നടത്തുന്ന 50% സീറ്റുകളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിശദവിവരങ്ങൾക്ക് 0492 877600 എന്ന നമ്പറിലോ 8547005059 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ടോത്ത് പെന്റ് റെസ്റ്റോറന്റിലെ അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് നഗരസഭ ആരോഗ്യവകുപ്പ് അധികൃതർ പരിശോധന നടത്തി റെസ്റ്റോറന്റ് അടച്ചുപൂട്ടി. രാമന്തളി പഞ്ചായത്തിലെ കുന്നരു കരിയച്ചാലിൽ നിന്നും വൻ വാറ്റുകേന്ദ്രവും വാറ്റുപകരണങ്ങളും കണ്ടെത്തി നശിപ്പിച്ചു. തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. വേണ്ട രീതിയിൽ ഡ്രൈനേജ് സംവിധാനമില്ലാതെ പയ്യന്നൂർ പെരുമ്പയിലെ മത്സ്യ മാർക്കറ്റ് റോഡ്. മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകാൻ ഓവുചാലുകളില്ലാത്തത് കാരണം തങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറുമെന്ന ആശങ്കയിൽ വ്യാപാരികൾ. കവ്വായി കായലോരത്ത് കണ്ടൽച്ചെടികൾ നട്ട് പരിപാലിക്കുന്നത് ദിനചര്യയുടെ ഭാഗമാക്കിയ ഇടയിലക്കാട്ടിലെ മത്സ്യത്തൊഴിലാളി O രാജന്റെ പരിസ്ഥിതി പ്രവർത്തനം മാതൃകാപരം. രാവിലെ 6 മണിക്ക് കായലിൽ ഇറങ്ങി മത്സ്യബന്ധന തൊഴിലിൽ ഏർപ്പെടുമ്പോഴും കരയോട് ചേർന്നുള്ള കണ്ടലുകളുടെ വളർച്ചയറിയുന്നത് 62ാമത് വയസ്സിലും മുടക്കമില്ലാതെ തുടരുകയാണ്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.